ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പോൾ ഫെയ് ഇൻസ്റ്റാഗ്രാമില് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബെസ്റ്റ് ക്രിയേറ്റർ അവാർഡൊക്കെ ഫെയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഫോളോവേഴ്സിന് കാണിച്ചു കൊടുക്കും. തായ്ലാന്റിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്രിയേറ്ററിനുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത്. അതെനിക്ക് ഡയറക്റ്റ് പോയി വാങ്ങാനായിട്ട് സാധിച്ചില്ല. അന്ന് എനിക്ക് ഭയങ്കര ഫീവർ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഫീവർ ആയിട്ട് കിടന്നത് കൊണ്ടല്ലേ എന്റെ ഫോളോവേഴ്സിന്റെ അടുത്ത് നിന്ന് എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയത്. അതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞ് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ലൈവില് എടുത്തു വെച്ച് കാണിച്ചു കൊടുത്തോണ്ടിരിക്കും. ഈ ലൈവ് ലിയുവും കാണുന്നുണ്ട്. ആ ടൈമിന് ബോയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നോണ്ടിരിക്കും. നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ഓരോരുത്തരുടെ ലൈഫിലും ഒരു പെർഫെക്റ്റ് ഇല്ലായ്മ ഉണ്ടാകും. അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് ഒരുപാട് ടൈം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ഇപ്പൊ ഓർമ്മ വരും. ആന്റി, എല്ലാരും നിങ്ങൾ പറഞ്ഞ പോലെ ആവില്ല. ഫെയ്യുടെ ലൈഫ് പെർഫെക്റ്റ് ആണ്. ഞാൻ കാണുമ്പോ അവള് പെർഫെക്റ്റ് ലൈഫാണ് ലീഡ് ചെയ്ത് പോകുന്നെന്ന് പറഞ്ഞ് ലിയു അവളുടെ റൂം ഒന്ന് ചുറ്റി നോക്കും. എന്നിട്ട് എന്തോ ഒരു ഫീലിംഗ് വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ക്ലാസ് റൂമിൽ കാണിക്കാണ്. നമ്മുടെ ക്ലാസ്സിലെ 2 ടോപ്പ് സ്റ്റുഡൻസ് ഉണ്ട്. അവരെ 2 പേരെയും ഞാൻ റിസർച്ച് ടീമിലേക്ക് മാറ്റാൻ പോവാണ്. അവര് 2 പേരും വേറൊരു കോളേജിലേക്ക് പോയി ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് വരണം. ടോപ്പ് സ്റ്റുഡൻസ് വേറെ ആരുമല്ല, ബോയും ഫെയ്യും ആണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ക്ലാപ്പ് ഒക്കെ ചെയ്യും. നിങ്ങൾ 2 പേരും ഒരുമിച്ച് വേണം ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട്. നിനക്ക് ഓക്കെ അല്ലേന്ന് ഫെയ്യുടെ അടുത്ത് ടീച്ചർ ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഫെയ് തിരിഞ്ഞ് ബോയിനെ നോക്കും. ബോയ് ആണെങ്കിലോ അന്ന് അവിടെ എത്തിയിട്ടില്ല. സാർ, ബോയ് ഇവിടെ ഇല്ല. ബോയിനോട് ചോദിക്കാണ്ട് എനിക്ക് അവന്റെ കൂടെ എങ്ങനെ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? അതെനിക്ക് പറ്റില്ല. എന്തായാലും അവന്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാന്ന് പറയും. അപ്പൊ തന്നെ സാറും, അല്ല നിനക്ക് ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ആ, ഞാൻ ഓക്കെയാണ്, എനിക്കൊരു പ്രോബ്ലം ഇല്ലാന്ന് പറയും. എന്തായാലും 2 പേരെയും കൂടി അങ്ങോട്ടേക്ക് വിടുന്നത് ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ലവ് ഒന്നും ചെയ്യാനല്ല. അതൊന്നും മറന്നു പോകരുത്. ലവ് ഒക്കെ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഫെയ്യും, ഓ സാർ അങ്ങനെയൊന്നും പറയില്ലേ, എനിക്ക് നാണം വരുന്നു എന്നും പറഞ്ഞ് ഫേസ് ഒക്കെ ഒന്ന് കവറൊക്കെ ചെയ്ത് നിൽക്കും. അപ്പൊ തന്നെ പൗല, അപ്പൊ ഇനി സോഷ്യൽ മീഡിയയില് ട്രെൻഡിങ് കപ്പിളായിട്ട് ഇവരായിരിക്കും വരാൻ പോകുന്നതെന്ന് പറയും. ഉടനെ തന്നെ എല്ലാവരും ബോയും ഫെയ്യും പെർഫെക്റ്റ് കപ്പിളാണ്, സൂപ്പർ ജോഡിയാണ്, ഇവര് പൊളിക്കോന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ ഇടാനായിട്ട് തുടങ്ങും. ഇതൊക്കെ കണ്ടും കേട്ടും ലിയുന് വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് മിമിയും പൗലയും ലിയുവും കൂടി കഫറ്റേരിയയിൽ ഇരിക്കുമായിരിക്കും. ആ ടൈമിന് ലിയുനെ അന്വേഷിച്ചു ഫെയ് ഇവരുടെ അടുത്തേക്ക് വന്നിരിക്കും. അപ്പൊ തന്നെ പൗല, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഇത് തുറന്നു കഴിഞ്ഞാല് നിന്നെയും ബോയിനെയും പറ്റി മാത്രമേ ചർച്ചയുള്ളൂ. എന്തൊക്കെ കമന്റ്സ് ആണ് വരുന്നത് എന്ന് നിനക്കറിയാമോ? എന്തായാലും നിങ്ങൾ പെർഫെക്റ്റ് കപ്പിൾ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേട്ട് ചിരിച്ചിട്ട് ഫെയ്യും, ഞാൻ ബോയിനെ വിളിച്ചിരുന്നു എന്റെ കൂടെ പ്രോജക്റ്റ് ചെയ്യാനായിട്ട്, അവൻ ഓക്കെ പറഞ്ഞു എന്ന് പറയും. ഇത് കേൾക്കുമ്പോ വീണ്ടും ലിയുന് സങ്കടം വരും. എന്നാലും ഒന്നും മിണ്ടാണ്ട് നിൽക്കും. അപ്പൊ തന്നെ മിമി, നിന്നെ ഇന്നലെ ഇവിടെയുള്ള ഒരു സീനിയർ ആണ് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അയാൾ ഇവിടെ മൊത്തം പറഞ്ഞു നടക്കുന്നുണ്ട് നിന്നെ ഡ്രോപ്പ് ചെയ്തത് സ്കൈ വോക്കറിലാണെന്ന്. നീ ക്യാഷുകാരിയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ അത്രയും റിച്ച് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. സ്കൈ വോക്കറിൽ അത്രയും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് താമസിക്കുന്നത്. അവിടെയാണ് നീ താമസിക്കുന്നത് എന്നറിഞ്ഞിട്ട് എനിക്ക് എന്തോ സന്തോഷം വരുന്നുണ്ട്. നീ അത്രയ്ക്ക് റിച്ച് ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അതെ, ഞാൻ അവിടെയാണ് താമസിക്കാൻ വരുന്നതെന്ന് പറയുമ്പോ തന്നെ ആന അങ്ങോട്ടേക്ക് വരും. ഹേയ്, ഇവള് സ്കൈ വോക്കറിലൊന്നും അല്ല താമസിക്കുന്നത്, എന്റെ വീടിന്റെ അടുത്താണ്. എന്നെ പോലെ പാവപ്പെട്ട ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ചെറിയ ലോക്കൽ ഏരിയയിലാണെന്ന് പറയും. ആക്ച്വലി രാവിലെ കോളേജിലേക്ക് ഇറങ്ങുമ്പോ ആൻ ഫെയ്യിനെ വീടിനടുത്ത് വെച്ച് കാണും. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഫെയ് ആണെങ്കിലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെയുള്ള ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുക്കാനായിട്ട് വന്നതാന്നും പറഞ്ഞ് നൈസായിട്ട് സ്കൂട്ടാകും. ഇതിപ്പോ ഓർത്തെടുത്ത ആനും, രാവിലെ നീ എന്റെ അടുത്ത് പറഞ്ഞത് ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റിന് ട്യൂഷൻ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു എന്നാണ്. പക്ഷെ എന്റെ അറിവില് ആ ഒരു ഏരിയയില് ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലും ഇല്ല. അവിടെ മുഴുവനും വയസ്സായിട്ടുള്ള ആളുകളാണ്. ഇനിയെങ്കിലും നീ സത്യം പറ, ഇപ്പോഴാണ് നിനക്ക് സത്യം പറയാനായിട്ടുള്ള ഒരു ചാൻസ്. സത്യത്തില് നീ റിച്ച് ഒന്നും അല്ലല്ലോ, ആ ഏരിയയിലല്ലേ താമസിക്കുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ ഫെയ്ക്ക് വല്ലാണ്ടാകും. കൈയൊക്കെ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യാനായിട്ട് തുടങ്ങും. ആക്ച്വലി ഫെയ് ഒരു മിഡിൽ ക്ലാസ് ആണ്. എന്നാലും ആളുകളുടെ മുമ്പിൽ താനൊരു റിച്ച് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുവാണ്. ഇതെല്ലാം ഓർത്ത് വല്ലാണ്ട് സങ്കടമൊക്കെ വരും. എന്നാലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, സത്യത്തില് ഞാൻ അവിടെ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. വയസ്സായാലും എന്താണ്, അവർക്ക് പഠിക്കണം എന്ന് പറയുമ്പോൾ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുമെങ്കിൽ സാധിച്ചു കൊടുക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ താമസിക്കുന്നത് പോലും. ആൻഡ് നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ റിച്ച് ഒന്നും അല്ല, ഒരു മിഡിൽ ക്ലാസ്സിലുള്ള പെൺകുട്ടിയാണ്. ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് മറ്റുള്ളവർ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സീനിയറിനെ കൊണ്ട് സ്കൈ വോക്കറിൽ ഡ്രോപ്പ് ചെയ്യിപ്പിച്ചത് പോലും. ഞാൻ റിച്ച് അല്ലാന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ആക്ച്വലി എനിക്ക് ആ ഏരിയയിൽ താമസിക്കുന്നത് ഒരുപാട് സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ്. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ലൈവ് ഒക്കെ ഇട്ട് വീഡിയോ ഒക്കെ ചെയ്ത് സമ്പാദിച്ച് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത്
ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറുമല്ലോ. എന്നെ കൊണ്ട് ഇത് സാധിക്കുമെങ്കിൽ അവരെ കൊണ്ടും ഇതേപോലെ സാധിക്കുമെന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് വരും. അതിനു വേണ്ടിയിട്ടാണ് എന്റെ റൂമൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ മിമിയും, അല്ല ഫെയ്, നീ ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോ നീ നല്ല റിച്ച് ആണെന്ന് ഞങ്ങളെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തെന്ന് പറയും. അതിന് ഞാൻ റിച്ച് ആണെന്ന് നിങ്ങളുടെ അടുത്ത് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, നീ നിന്റെ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. നീ നടക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോ ഞങ്ങളായിട്ട് തന്നെ അസ്യൂം ചെയ്തതാണ് നീ റിച്ച് ആണെന്ന്. എന്തായാലും സോറി ഫെയ് എന്ന് പറയും. ഞാനേ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് എന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ആയിട്ടാണോ നിങ്ങൾ കാണുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ലിയു, ഇല്ല ഫെയ്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ ശരിക്കും ഗ്രേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഫെയിനെ പൊക്കിയടിക്കാനായിട്ട് തുടങ്ങും. ആനിന് ഇത് കണ്ട് ഭയങ്കര ഷോക്കാകും. ദൈവമേ, എത്ര പെട്ടെന്നാണ് അവള് മാനിപ്പുലേറ്റ് ചെയ്തത്, എല്ലാവരെയും അവളുടെ വശത്തേക്ക് ആക്കിയത് എത്ര പെട്ടെന്നാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കാണ്. ആ ടൈമിന് ലിയുവിനൊരു കോള് വരുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് എല്ലാവരും കൂടി ക്ലാസ്സിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ ടൈമിന് ഒരു പയ്യൻ വന്ന് ലിയുവിന്റെ കയ്യിലേക്ക് ഒരു ബൊക്കെ എടുത്തു കൊടുക്കും. അതിലാണെങ്കിൽ ഒരു നോട്ടും ഉണ്ട്. ക്ലാസ് കഴിയുമ്പോൾ നിന്നെ ഞാൻ പിക്ക് ചെയ്യാനായിട്ട് വരാനും പറഞ്ഞ് ഷായ് എഴുതി വെച്ച ഒരു നോട്ടാണ്. ഇത് കാണുമ്പോ തന്നെ ഫെയിൽ ലിയുവിനെ കളിയാക്കാനായിട്ട് തുടങ്ങും. എന്താ ഇവിടെ നടക്കുന്നത്? അപ്പോ നിങ്ങൾ രണ്ടുപേരും സെറ്റായി തുടങ്ങിയല്ലേ? എന്തായാലും നിങ്ങൾ രണ്ടുപേരും സൂപ്പർ ജോഡിയായിരിക്കും എന്ന് പറയും. അപ്പൊ തന്നെ മിമിയും, നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്താൽ നന്നായിരിക്കും, ബോയും ഫെയും പെർഫെക്റ്റ് കപ്പിളായിട്ട് ഇരിക്കുന്നില്ലേ, അതേപോലെ നിങ്ങൾ രണ്ടുപേരും പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറയും. അപ്പൊ തന്നെ പൗല, മിമി, നീയും ആരെയോ ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഫെസ്റ്റിവൽ കഴിഞ്ഞ ടൈം മുതൽ ഞാൻ നിന്നെ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പൊ തന്നെ ഫെയും, മിമി നീയും ഡേറ്റ് ചെയ്യുന്നുണ്ടോ? എന്തായാലും നല്ല പയ്യനെ വേണം നീ ഡേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളാരും നിന്റെ കൂടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് താൻ നല്ലൊരു ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് അടിച്ചു വിട്ടുകൊണ്ടിരിക്കും. ആ ടൈമിന് ബോയുടെ അടുത്ത് നിന്നും ലിയുവിനൊരു മെസ്സേജ് വരും. ഞാൻ സ്റ്റുഡന്റ് ഫാക്കൽറ്റി റൂമിലുണ്ട്, എന്നെ കാണാനായിട്ട് ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജ് ആണ്. അങ്ങനെ ലിയു നേരെ ബോയിനെ കാണാനായിട്ട് ചെല്ലും. അല്ല, മോർണിംഗ് എന്താണ് നീ ക്ലാസ്സിലേക്ക് വരാണ്ടിരുന്നേന്ന് ചോദിക്കും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് ഒന്ന് കൺഫേം ചെയ്യണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാണ്ടിരുന്നേന്ന് പറയും. അല്ല, നീ ഫെയ്യുടെ കൂടെ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് സമ്മതിച്ചു എന്ന് കേട്ടല്ലോ, എന്താ സത്യമാണോ എന്ന് ഞാൻ ചോദിക്കും. ഞാൻ സമ്മതിച്ചു. ഞാനും ഫെയ്യും എപ്പോഴും വഴക്കിട്ടിരിക്കാണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകണം എന്നല്ലേ നീ ആഗ്രഹിച്ചത്, അതുകൊണ്ട് എന്റെ ഇഷ്ടം ഞാൻ ഇവിടെ നോക്കിയില്ല, എന്താ നിനക്ക് ഇത് പോരെന്ന് എന്നെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ ലിയുവിന് വല്ലാത്ത സങ്കടം വരും. നിന്റെ ലൈഫിൽ എന്ത് വേണമെന്ന് നീയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, അല്ലാണ്ട് എന്റെ ഇഷ്ടത്തിനല്ല, അത് നീ ചെയ്യാനും പാടില്ല എന്ന് പറയും. അപ്പൊ തന്നെ പോയി, എന്തായാലും അതെല്ലാം വിട്ടേര്, ഞാൻ നിന്റെ അടുത്ത് ഒരു സോറി പറയാനായിട്ടാണ് നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. ഞാൻ നിന്റെ അടുത്ത് നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാം, ഒരുമിച്ച് ജീവിക്കാന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാനൊരു കാര്യം ചിന്തിക്കണമായിരുന്നു, നീ നിനക്ക് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ശരിക്കും ഒരു വീക്കായിട്ടുള്ള ഒരു പയ്യന്റെ കൂടെ നിനക്ക് ഒരിക്കലും ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് കഴിയില്ല. ഞാൻ എപ്പോഴും എടുത്തു ചാടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, അതുകൊണ്ട് തന്നെ പുറകെ ഒരുപാട് വയ്യാവേലികളും വരും. നിനക്ക് ശരിക്കും കൂളായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പയ്യനാണ് ആവശ്യം എന്ന് പറയും. ആ ടൈമിനാണ് ഒരു കാര്യം ബോയ് ആലോചിക്കുന്നത്. ബോയും ഷായും കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന ടൈമിന് ഷായിനെയും ബോയിനെയും ബോയ് തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. എന്ത് പ്രോബ്ലവും ഷാ ഭയങ്കര കൂളായിട്ട് സോൾവ് ചെയ്യും, പക്ഷെ താൻ അങ്ങനെയല്ല, എടുത്തു ചാടി വലിയൊരു പ്രോബ്ലം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകും. ആ ടൈമിന് ഷായും ബോയിനെ സ്റ്റോപ്പ് ചെയ്തിട്ട്, എന്തായാലും നിന്റെ മുറിവിൽ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് തരാം, നീ എന്റെ റൂമിലേക്ക് വാന്നും പറഞ്ഞ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അകത്തേക്ക് കയറുമ്പോഴാണ് ലിയുവിനെ പോലെ തന്നെ ഷായ്ക്കും പെർഫ്യൂംസ് ഒക്കെ മേക്ക് ചെയ്യുന്നതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോ നിനക്കും ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എന്നെ ചോദിക്കും. പിന്നെ ഇല്ലാണ്ട്, ഇത് വെച്ചല്ലേ ഞാൻ അവളെ മടക്കിയെടുത്തത്, അതുകൊണ്ടല്ലേ അവൾ എന്റെ അടുത്ത് കൂളായിട്ട് സംസാരിക്കുന്നത്, ഇത്ര നാളായിട്ട് നിനക്ക് ഇതൊന്നും മനസ്സിലായില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. അല്ല, നിങ്ങൾ നെയ്ബേഴ്സ് ആണല്ലോ, അപ്പോ അങ്ങനെ പരിചയപ്പെട്ട് ഫ്രണ്ട്ലി ആയതാണെന്നാണ് ഞാൻ വിചാരിച്ചെന്ന് അറിയും. നീയെ അത്രക്ക് ഈസി ആയിട്ടൊന്നും ലിയുവിനെ വിചാരിക്കണ്ട, അവളെ കറക്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്, അവൾ അത്ര പെട്ടെന്നൊന്നും ആരെയും വിശ്വസിക്കില്ല. പിന്നെ ഞാൻ ഈ പെർഫ്യൂമിനെ പറ്റി പറഞ്ഞ് എങ്ങനെയൊക്കെയോ സംസാരിച്ച് മടക്കിയെടുത്തതാണ്, അതിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തായാലും നീ ഇരിക്ക്, എന്നാ ഈ ഓയിൽമെന്റ് എടുത്ത് മുറിവിലൊക്കെ പോരട്ടെന്നും പറഞ്ഞ് ഒരു ഓയിൽമെന്റ് എടുത്ത് ബോയുടെ കയ്യിലേക്ക് കൊടുക്കും. ബോയും അങ്ങനെ റൂമൊക്കെ ഒന്ന് ചുറ്റി നോക്കിയിട്ട്, എന്തുകൊണ്ടാണ് ലിയു നിന്നെ സെലക്ട് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായി എന്ന് പറയും. അപ്പൊ തന്നെ ഷാ, ബോയ് എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുണ്ടെന്ന് പറയും. പക്ഷെ അതൊന്നും കേട്ട് നിൽക്കാണ്ട്, ഷാ നിനക്ക് അവളെ വലിയൊരു പെർഫ്യൂമർ ആക്കി മാറ്റാനായിട്ട് സാധിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഷായും പറയും. അന്നാ നീ എനിക്ക് പ്രോമിസ് ചെയ്തതാ, നീ ലിയുനെ വലിയൊരു പെർഫ്യൂമർ ആക്കി മാറ്റണം, അവൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നീ അവളുടെ കൂടെ നിന്ന് ചെയ്തു കൊടുക്കണം, നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലിയുനെ വിട്ടുകൊടുക്കുന്ന പോലെ ബോയ് ഇങ്ങനെ സംസാരിക്കും. ഇപ്പോ അതെല്ലാം ഓർത്തിട്ട്, നീ എന്തുകൊണ്ടാണ് ഷാ
ഷായിനെ ചൂസ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിനക്ക് വലിയൊരു പെർഫ്യൂമർ ആയിട്ട് മാറണം. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഷായ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. ശരിക്കും ഞാനൊരു സെൽഫിഷ് ആണ്. പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവനേലും മുമ്പ് എനിക്ക് നിന്നെ അറിയാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഞാൻ അവന്റെ കൂടെ മത്സരിച്ചു. പക്ഷേ എനിക്ക് തെറ്റ് പറ്റിയെന്ന് മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരുമാണ് പെർഫെക്റ്റ് മാച്ച്. ഞാൻ അവന്റെ റൂമിലേക്ക് ചെന്നപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് തയ്യാറാക്കുന്ന പെർഫ്യൂം ഞാൻ കണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു നിങ്ങൾ രണ്ടുപേരുമാണ് പെർഫെക്റ്റ് മാച്ച് എന്ന്. ശരിക്കും ഞാൻ ഈ പെർഫെക്റ്റ് മാച്ചിലൊന്നും വിശ്വസിക്കുന്ന ഒരാളെ അല്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് നീയും ഷായും ഒരുമിച്ച പെർഫെക്റ്റ് ആയിരിക്കും എന്ന്. എന്തായാലും നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് നീ എന്റെ കൂടെ ഒരു ഫ്രണ്ട് ആയിട്ടെങ്കിലും ഇരിക്കുമോ? നീ എന്റെ അടുത്ത് സംസാരിക്കാണ്ടിരിക്കരുത്. ഞാൻ എന്തായാലും ഒരു ബോർഡർ ഇട്ടേക്കാം. അതിന്റെ അപ്പുറത്തേക്ക് ഒരിക്കലും ഞാൻ വരില്ല. അത് ഞാൻ നിനക്ക് പ്രോമിസ് തരുവാണ്. നിന്റെ സന്തോഷം മാത്രമേ ഞാനിപ്പോ ആഗ്രഹിക്കുന്നുള്ളൂ. നീ എന്തായാലും എന്റെ കൂടെ ഫ്രണ്ട് ആയിട്ട് ഇരിക്കില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇതിനെന്ത് മറുപടി കൊടുക്കണോന്ന് ലിയോനും അറിയില്ല. അങ്ങനെ തന്നെ ഒന്നും മിണ്ടാണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോകും. ഇവളൊന്നും മിണ്ടാണ്ട് പോകുന്ന കാണുമ്പോ ബോയ്ക്കും ഭയങ്കരമായിട്ട് ഫീൽ ആകും. അങ്ങനെ നേരെ ലിയോ ബൊക്കെയൊക്കെ എടുത്ത് ഫ്രണ്ട്സിന്റെ കൂടെ താഴേക്ക് ഇറങ്ങി വരും. അതേ ടൈം ഷായും ലിയോന് വേണ്ടി താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇത് കാണുമ്പോ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ലിയോനെ ഭയങ്കരമായിട്ട് കളിയാകും. ഷാ വന്നു, രണ്ടുപേരും കൂടി പോവാണ്, നിങ്ങൾ എന്തായാലും സൂപ്പർ ആണെന്നൊക്കെ പറയും. ലിയോ ഒന്നും മിണ്ടാണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ ഷായുടെ കൂടെ നടന്നു പോകും. അങ്ങനെ രണ്ടുപേരും കൂടി പോകുമ്പോ എല്ലാവരും കൂടി എന്തായാലും ഷായും ലിയോയും കൂടി ഡേറ്റ് ചെയ്യാനായിട്ട് പോവാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവര് പെർഫെക്റ്റ് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമന്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഉടനെ തന്നെ ഫെയ് പുതിയൊരു അക്കൗണ്ട് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും. ഫെയ് എന്നുള്ള ഒരു അക്കൗണ്ട് ബോയ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാല് അത് താനാണെന്ന് പോയി കണ്ടുപിടിക്കും. എന്തായാലും ഇപ്പൊ പിടികൊടുക്കാനായിട്ട് ഫെയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ തന്നെ പുതിയ അക്കൗണ്ട് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഷായും ലിയും പെർഫെക്റ്റ് കപ്പിൾ ആണെന്നോ? പെണ്ണുങ്ങളുടെ പുറകെ മടുത്ത് നടക്കുന്ന പ്ലേ ബോയ് ഷായും പ്ലാസ്റ്റിക് സർജറി ചെയ്ത ലിയു ഇങ്ങനെ പറയുവാണെങ്കിൽ ഇവര് പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ അങ്ങോട്ട് കമന്റ് ഇട്ട് കൊടുക്കും. ഈ ഒരു കമന്റ് പോസ്റ്റ് ആയ പുറകെ തന്നെ ഇത്ര നേരം ഇവര് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നേച്ച എല്ലാവരും ബാഡ് കമന്റ് പുറകെ ഇടാനായിട്ട് തുടങ്ങും. ലിയും ഷായും ഈ ഒരു മെസ്സേജ് ഒക്കെ കണ്ടിട്ട് വലിയ രീതിയിൽ റെസ്പോൺസ് ഒന്നും ചെയ്യുന്നില്ല. അവരാണെങ്കിലോ ഇതൊക്കെ മൈൻഡ് ചെയ്യാണ്ട് അവരുടെ ഡേറ്റ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ സ്ഥലത്തേക്ക് പോയി ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി ഈ ഒരു കമന്റ്സ് ഒക്കെ വായിച്ച് ചിരിച്ച് കളിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. നിനക്ക് ഈ ബാഡ് കമന്റ് ഒക്കെ കണ്ടിട്ട് സങ്കടം വല്ലതും വരുന്നുണ്ടോ എന്ന് അതിനിടയിൽ ഷാ ചോദിക്കും. എനിക്കിപ്പോ പഴയ പോലെ സങ്കടമൊന്നും വരുന്നില്ല. ഞാനിതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യം ഇങ്ങനെയുള്ള ബാഡ് കമന്റ് ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഡിപ്രസ് ആവാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോ കമന്റ്സും വായിച്ച് ഞാൻ നന്നായിട്ട് ചിരിക്കുന്ന പോലും ഉണ്ട്. എന്നെ പറ്റി വരുന്ന ബാഡ് കമന്റ് ഒക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ചിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടേ ഇല്ല എന്ന് പറയും. പഴയ പോലെ ബാഡ് കമന്റ് ഒക്കെ കണ്ട് നീ ഡിപ്രഷനിലേക്ക് പോയില്ല, അതിലെനിക്ക് സന്തോഷം ഉണ്ടെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ബോയുടെ കാര്യവും ലിയു പറയാനായിട്ട് തുടങ്ങും. ഇന്നെന്നാ ബോയ് വന്ന് കണ്ടായിരുന്നു, നമ്മൾ രണ്ടുപേരും പെർഫെക്റ്റ് മാച്ച് ആണെന്നാണ് അവൻ പറയുന്നത്. അതുമല്ലാണ്ട് അവൻ സെൽഫിഷ് ആണെന്ന് കൂടി പറഞ്ഞു. ചെയ്യുമ്പോഴും ഞാൻ പെർഫെക്റ്റ് മാച്ച് ആണെന്ന് വിചാരിച്ച പോലെ തന്നെ അവൻ നമ്മൾ രണ്ടുപേരും പെർഫെക്റ്റ് മാച്ച് ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ശരിക്കും അവൻ നിന്നെ കണ്ട് ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുവാണ്. അവൻ എനിക്ക് മാച്ച് അല്ലയോ, ലിയോന് മാച്ച് ഷായ് ആണോ എന്നുള്ള ചിന്ത അവന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. എനിക്കിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ശരിക്കും പെർഫെക്റ്റ് മാച്ച് എന്ന് പറയുന്നത് ഒന്നില്ല. നമ്മുടെ മനസ്സിൽ ആരാണോ കൂടുതൽ മാച്ചിങ് ആയിട്ട് തോന്നുന്നത് അവരുമായിട്ടായിരിക്കും പെർഫെക്റ്റ് മാച്ച്. ലോകം എന്ത് വേണേലും പറഞ്ഞോട്ടെ, എങ്ങനെ വേണേലും ചിന്തിച്ചോട്ടെ, അതൊന്നും നമ്മൾ കെയർ ചെയ്യാനേ പാടില്ല. നമ്മുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് നോക്കി മുന്നോട്ട് പോകണം. എന്റെ അടുത്ത് ബോയ് പറഞ്ഞായിരുന്നു താനൊരു സെൽഫിഷ് ആണെന്ന്. അത് കേട്ടപ്പോ തന്നെ നീ സെൽഫിഷ് അല്ല, ഞാനാണ് സെൽഫിഷ്. എന്റെ ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറയാണ്ട് ഞാൻ സെൽഫിഷ് ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതും നിന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു. അവന്റെ ഉള്ളില് എന്താണെന്ന് അറിയാണ്ട് മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ അവനെ ചേർത്ത് വെക്കാൻ പോലും എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ശ്രമിച്ചു. അവനെ ഞാൻ ഒരുപാട് ഹേർട്ട് ചെയ്തു. ഞാൻ കാരണം അവൻ കരയുന്നുണ്ട്, ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ഇപ്പോ എനിക്ക് മനസ്സിലായി ശരിക്കും ഞാനാണ് സെൽഫിഷ് എന്ന് പറയും. അപ്പൊ തന്നെ ഷായും ഇത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും സെൽഫിഷ് അല്ല, ഞാനാണ് സെൽഫിഷ്. അന്ന് നീ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിന്നപ്പോ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു. ഞാനന്ന് നിന്റെ കൂടെ നിന്ന് നിന്നെ എൻകറേജ് ചെയ്യണമായിരുന്നു. ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, നീ എന്ത് ചെയ്യണമെന്ന് നീയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നീ ആരെ ലവ് ചെയ്യണമെന്ന് നീ ഡിസൈഡ് ചെയ്യണമായിരുന്നു. നീ ഫൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻകറേജ് ചെയ്യണം. പക്ഷെ ആ സിറ്റുവേഷനിൽ ഞാനത് ചെയ്യാണ്ട് നിന്നെ പ്രപ്പോസ് ചെയ്തു. ശരിക്കും ഞാനാണ് അവിടെ സെൽഫിഷ് ആയി മാറിയത്. സോറി ലിയോ, നിനക്ക് ആരെയാണ് വേണ്ടതെന്ന് നീയാണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോൾ ലിയോന് ഒരുപാട്
ഒരുപാട് ഹാപ്പി ആകും. എനിക്കിപ്പോ തന്നെ ബോയിനെ കാണണം, അവന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്, കുറച്ച് ടൈം അവന്റെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് പറയും. അപ്പൊ തന്നെ ഷാഹിൻ ചിരിച്ചിട്ട്, ഇനി എന്തിനാണ് ഇവിടെ നിന്ന് നീ ടൈം വേസ്റ്റ് ചെയ്യുന്നത്, വേഗം നീ അവന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് നോക്ക്. പിന്നെ ഒരു കാര്യം നീ ഒരിക്കലും മറക്കരുത്, നല്ലൊരു ഫ്രണ്ടായിട്ട് എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നീ ഒറ്റക്കാണെന്ന് ഒരിക്കലും ഫീൽ ചെയ്യാൻ പാടില്ല, എപ്പോഴും ഞാൻ ഇവിടെ ഉള്ളതാണെന്ന് എപ്പോഴും നീ ഓർക്കണം. പിന്നെ പോയി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് തീർക്കാനുള്ളതാണ്, വേഗം പോയിട്ട് വാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയുവിന് വല്ലാത്ത സങ്കടമൊക്കെ വന്ന് കരയും. ആ കണ്ണീരൊക്കെ തുടച്ചു കളഞ്ഞ് ബാഗൊക്കെ എടുത്ത് കയ്യിലേക്ക് കൊടുത്ത് വേഗം നീ പോയി ബോയിനെ കാണാൻ നോക്കെന്ന് പറയും. പോകുന്നതിന് മുമ്പ് ലിയുവും ഷാഹിനെ കെട്ടിപ്പിടിച്ച് എന്നെ മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് നേരെ ബോയുടെ റൂമിലേക്ക് ചെല്ലും. വാതിലുമേ കൊട്ടി നോക്കുമെങ്കിലും ബോയ് വാതിൽ തുറക്കുന്നില്ല. അങ്ങനെ കോൾ ചെയ്ത് നോക്കും, കോളും അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നെ ബോയ് പോകുന്ന റെസ്റ്റോറന്റിലും കൺവീനിയൻസ് സ്റ്റോറിലും അങ്ങനെ പോവാനിടയുള്ള എല്ലാ സ്ഥലത്തും ലിയു ചെന്ന് നോക്കും. പക്ഷെ അവിടെയൊന്നും ബോയിനെ കാണില്ല. അതിനിടയിൽ ബോയുടെ അമ്മക്ക് പോലും കോൾ ചെയ്യും, പക്ഷെ അവരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ മിസ് ലിൻഡ തിരിച്ചു വിളിക്കും. സോറി ലിയു, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് കോൾ അറ്റൻഡ് ചെയ്യാണ്ടിരുന്നെന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല ആന്റി, ബോയിനെ ഞാൻ ഇവിടെയെല്ലാം അന്വേഷിച്ചു, പക്ഷെ കണ്ടില്ല. ബോയ് അവിടെ എങ്ങാനും വന്നു, അല്ലെങ്കിൽ ബോയ് എവിടെയാ ഉള്ളതെന്ന് ആന്റിക്ക് അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ, അവൻ എന്റെ കൂടെ ഉണ്ട്, എന്റെ ഓഫീസിലുണ്ടെന്ന് പറയും. അങ്ങനെ തന്നെ ഫോണും കട്ട് ചെയ്ത് ലിയു നേരെ ലിൻഡയുടെ ഓഫീസിലേക്ക് ചെല്ലും. ലിൻഡയാണെങ്കിലോ അവനകത്തുണ്ടെന്ന് പറയും. അങ്ങനെ ലിയു നേരെ ബോയ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. ബോയ് ആണെങ്കിലോ അമ്മയാണ് വന്നതെന്ന് വിചാരിച്ച്, അമ്മ ഞാൻ ഈ ബോട്ടിലൊക്കെ റിബൺ കിട്ടണോ അല്ലെങ്കിൽ ലേബിൾ ഒട്ടിക്കണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ലിയു, റിബൺ കെട്ട്, അതായിരിക്കും കൂടുതൽ ഭംഗി എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ബോയ് തിരിഞ്ഞു നോക്കും. ലിയുവിന് അവിടെ കണ്ടൊന്ന് ഷോക്കാകും. ഞാൻ നീ ഷായുടെ കൂടെ ഡേറ്റിന് പോയിട്ടുണ്ടാകുമെന്നാ വിചാരിച്ചത്, അല്ല നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ ഷായുടെ കൂടെ ഒന്നും ഡേറ്റിങ്ങിന് പോയില്ല, എനിക്ക് പെട്ടെന്ന് നിന്നെ കാണാനായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയും. എന്ത്, എന്നെ കാണാൻ തോന്നിയെന്നോ, അതെന്താ കാര്യമെന്ന് ഇങ്ങനെ ചോദിക്കും. അല്ല, നീ ഏതോ പുതിയ പെർഫ്യൂം തയ്യാറാക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ, അതേത് പെർഫ്യൂം ആണെന്നും പറഞ്ഞ് അടുത്തേക്ക് വന്ന് നോക്കും. അതേതോ ആസ്തറ്റിക് പെർഫ്യൂം ആണ്. നീ എന്തിനാണ് ഈ പെർഫ്യൂം തയ്യാറാക്കുന്നത്, ഏതെങ്കിലും ഫ്രണ്ടിനെ കൊടുക്കാനായിട്ടാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അതെ, ഞാൻ ഇത് നിനക്ക് തരാനായിട്ട് തയ്യാറാക്കുന്നതാണ്. നീ എന്റെ അടുത്ത് ആദ്യമായിട്ട് ഫ്രണ്ടായിട്ട് ഇരിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഒരു പെർഫ്യൂം ഗിഫ്റ്റ് ആയിട്ട് തന്നില്ലേ, അതേപോലെ തന്നെ നിനക്കും ഒരു ഗിഫ്റ്റ് തരണമെന്ന് എനിക്ക് തോന്നി. എന്നാലും ഞാൻ നിന്റെ അടുത്ത് ഫ്രണ്ടായിട്ട് ഇരിക്കുമോ എന്ന് ചോദിച്ചിട്ട് നീ എന്റെ അടുത്ത് ഒരു മറുപടിയും പറഞ്ഞില്ല എന്ന് പറയും. പക്ഷെ അതിനൊരു മറുപടി കൊടുക്കാണ്ട് എന്നാലും നീ എന്തിനാണ് ഈ ആസ്തെറ്റിക് പെർഫ്യൂം ചെയ്യുന്നതെന്ന് ചോദിച്ചോണ്ടിരിക്കും. ശരിക്കും നീ ഒരു കടൽ പോലെയാണ്, നിനക്ക് എന്തൊക്കെ പ്രോബ്ലം വന്നാലും നീ അത് ആഴക്കടലിലേക്ക് കൊണ്ടുപോയി തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. നീ എന്ത് പ്രോബ്ലവും ഈസി ആയിട്ട് സോൾവ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പെർഫ്യൂം നിനക്ക് വേണ്ടി തയ്യാറാക്കുന്നതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയോന് ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ തന്നെ പോയും, ഞാൻ ഈ പെർഫ്യൂമിൽ റിബൺ കെട്ടി നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തരട്ടെ, നീ അത് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അല്ല, ഞാനിപ്പോ ഈ ഗിഫ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. എന്താ ലിയു നീ പറയുന്നത്, ഒരു ഫ്രണ്ടായിട്ട് ഇരിക്കാൻ പോലും നിനക്ക് താല്പര്യമില്ല എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ലിയു താല്പര്യമില്ല എന്ന് പറയും. അപ്പോ ഞാൻ നിന്റെ അടുത്തേക്ക് പോലും വരാൻ പാടില്ല, അതാണോ നീ പറഞ്ഞു വരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ അങ്ങനെയല്ല, എനിക്ക് നിന്റെ ഫ്രണ്ടായിട്ട് ഇരിക്കാൻ താല്പര്യമില്ല, ഗേൾ ഫ്രണ്ടായിട്ട് ഇരിക്കാനാണ് താല്പര്യം എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ബോയ് ഭയങ്കരമായിട്ട് ഷോക്കാകും. എന്താ നീ പറയുന്നത്, എന്റെ ഗേൾ ഫ്രണ്ടായിട്ട് ഇരിക്കാൻ നിനക്കിപ്പോ ഒരു പ്രോബ്ലവും ഇല്ലേ എന്ന് ചോദിക്കും. അപ്പൊ തന്നെ ലിയു, സത്യത്തില് നീ ഒട്ടും സെൽഫിഷ് അല്ല, ഞാനാണ് സെൽഫിഷ്. എന്റെ ഇൻസെക്യൂരിറ്റി മൂലം ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ശരിക്കും ഈ ലോകത്ത് പെർഫെക്റ്റ് മാച്ച് എന്ന് പറയുന്നത് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ മനസ്സ് എന്താണോ പറയുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോകണം. ഇനിയും എന്റെ ഫീലിങ്സ് മറച്ചു വെക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എന്റെ മനസ്സ് എന്നോട് എന്താണോ പറയുന്നത് അതുപോലെ മുന്നോട്ട് പോവാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിനക്ക് എന്നെ ഗേൾഫ്രണ്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ പോയും, ഞാനിപ്പോ എസ് പറഞ്ഞാ നീ എന്റെ കൂടെ ഡേറ്റിനായിട്ട് വരുമോ, നീ ഡേറ്റിനായിട്ട് വന്നില്ലെങ്കിൽ ഞാനിത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയും. ഇതേ നോക്ക് ബോയ്, എന്റെ പ്രപ്പോസൽ നീ ഓക്കെ പറയുവാണെങ്കിൽ ഞാൻ എന്തായാലും ഡേറ്റിന് വരാം, ഡേറ്റിന് മാത്രമല്ല നീ വിളിച്ച എവിടെ വേണേലും വരാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ബോയ്ക്ക് ഒരുപാട് ഹാപ്പി ആകും. ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഹഗ് ചെയ്ത് നിൽക്കും. പക്ഷെ ആ ടൈമിനൊക്കെ സോഷ്യൽ മീഡിയയില് ഫെയ്യും ബോയും പെർഫെക്റ്റ് കപ്പിൾ ആണെന്നും പറഞ്ഞ് ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതിനിടയിൽ ഒരാൾ മാത്രം ഇവര് രണ്ടുപേരും അത്രക്ക് പെർഫെക്റ്റ് ഒന്നും അല്ല എന്നും പറഞ്ഞ് ഒരു കമന്റ് ഇടും. ഇത് കാണുമ്പോൾ ഫെയ്ക്ക് ഇഷ്ടപ്പെടില്ല. ആര് പറഞ്ഞു അവര് പെർഫെക്റ്റ് അല്ലാന്ന്, എന്തായാലും നിങ്ങൾ നോക്കിക്കോ, കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ രണ്ടുപേരും കപ്പിളാകും, അവരപ്പോ പെർഫെക്റ്റ് ആയിട്ട് മാറും. കുറച്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അത് കൺകുളിർക്കെ കാണാമെന്നും പറഞ്ഞ് തിരിച്ചൊരു റിപ്ലൈയും ഇട്ട് നടന്നു പോകും. അപ്പൊ വഴിയോരത്ത് ബോയുടെ കൂടെ ഫ്രണ്ട് ആവാനായിട്ട് ഫെയ് ഒരു പൂച്ചേനെയും കൂട്ടി വന്നിട്ടുണ്ടാവില്ലേ, ആ പൂച്ച ഇരിക്കുന്നത് കാണും. ഇത് കാണുമ്പോൾ ഫെയ്ക്ക് ഭയങ്കര ഹാപ്പി ആകും. നിനക്കെന്നാ അത്രക്കും ഇഷ്ടപ്പെട്ടോ, അതുകൊണ്ടാണ് ഇത്ര ദൂരം ഫോളോ ചെയ്ത് എന്റെ പുറകെ വന്നത്, എന്തായാലും നിന്നെ ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞ് ആ പൂച്ച
പൂച്ചേനെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോകും. ഇവളിങ്ങനെ ചെയ്യുന്നതെല്ലാം ആരോ മറഞ്ഞു നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അതിപ്പോ ആരാണെന്ന് കാണിക്കുന്നില്ല. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.